അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ക്രിസ്മസിന് ഇതുപോലൊരു കേക്ക് തയ്യാറാക്കിയാലോ. ക്യാരറ്റ് കേക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ഫീഡ്ബാക്കുകൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിയിലുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു അര കപ്പ് പഞ്ചസാരയാണ് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മെൽറ്റായി വരട്ടെ. കുറച്ച് കഴിയുമ്പോൾ അത് ഇതേപോലെ ഒന്ന് മെൽറ്റായി തുടങ്ങും. നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കടുത്ത ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം. എന്നിട്ട് ഒരു അര കപ്പ് വെള്ളവും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം, പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കരുത്. ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതിവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് ക്യാരറ്റാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് കുറുകി വരണം. അതായത് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം. ഏകദേശമൊക്കെ ഇവിടെ ക്യാരറ്റും കുക്കായിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഉണക്കമുന്തിരിങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഒരു വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലോട്ട് അര കപ്പ് പഞ്ചസാരയും ഒരു 3-4 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുത്ത് വയ്ക്കാം. അതവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു മുട്ടയും ഒരു 1/4 കപ്പ് പാൽ കൂടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് പാൽ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും നമുക്ക് ആ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഈ ക്യാരറ്റിൻ്റെ മിക്സ് തണുക്കണം കേട്ടോ. ചൂടൊക്കെ ആറിയതിന് ശേഷം വേണം നമ്മൾ ആ മിക്സ് അതിലോട്ട് ഒഴിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ 1 കപ്പ് മൈദാ മാവിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഡയറക്ഷനിലോട്ടൊന്ന് ഹോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഈ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഞാൻ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് മാവിന് തട്ടിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട്. ഇനി കുറച്ച് കാഷ്യൂനട്ടും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഗ്യാസിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അത് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. അതിലെ ഹോള് ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി ഒരു 45 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വരും. അപ്പോൾ അതാ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുക്കായി ഒന്ന് നോക്കാം. അതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് തണുത്തതിന് ശേഷം മാറ്റാം. അപ്പോൾ അതിവിടെ ഞാൻ മാറ്റിയിട്ടുണ്ട്. വളരെ സ്പോഞ്ചായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.